+1 അലോട്ട്മെന്റ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപേക്ഷകർക്ക് ആവശ്യാനുസരണം എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നൽകാം. പക്ഷേ അലോട്ട്മെന്റ് ലഭിക്കുന്ന സ്കൂളുകളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ പെർമനന്റ് ആയോ ടെമ്പററി ആയോ ജോയിൻ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം തുടർന്നുള്ള അലോട്ട്മെന്റിൽ അവരെ പരിഗണിക്കുന്നതല്ല. മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി, അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ സ്കൂളുകളിൽ ഡയറക്റ്റ് ആയി എത്തിക്കണം. VHSC കോഴ്സുകളിലേക്ക് അഡ്മിഷൻ വേണ്ടവർ പ്രത്യേകം അപേക്ഷകൾ നൽകണം. മറ്റു ബോർഡുകളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സായവർക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും കൂടെ തുല്യതാ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കൂടി ആവശ്യമാണ്. ഇനി ബോണസ് മാർക്കിന് അർഹരായിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സും, ഡിസേബിലിറ്റി ഉള്ളവർ മെഡിക്കൽ റിപ്പോർട്ട്സും കൂടി കയ്യിൽ കരുതേണ്ടതാണ്. അലോട്ട്മെന്റുകളിൽ 3 സ്റ്റേജുകളാണ് ഉള്ളത്. ആദ്യത്തേത് ട്രയൽ അലോട്ട്മെന്റ്, പിന്നീട് 3 പ്രധാന അലോട്ട്മെന്റുകൾ, അവസാനം സപ്ലിമെന്ററി അലോട്ട്മെന്റ്. ആദ്യത്തെ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം സ്കൂൾ, കോഴ്സ് ഡീറ്റെയിൽസ് എന്നിവ ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ടാകും. ആദ്യ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ പെർമനന്റ് ആയോ ടെമ്പററി ആയോ അഡ്മിഷൻ എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യ ഓപ്ഷൻ തന്നെ കിട്ടിയ കുട്ടികൾ ഫീസ് അടച്ച് പെർമനന്റ് ആയി അഡ്മിഷൻ എടുത്തിരിക്കണം. 3 അലോട്ട്മെന്റുകളിലും സീറ്റ് ലഭിക്കാത്ത കുട്ടികൾക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിനനുസരിച്ച് അപേക്ഷകൾ പുതുക്കി അപേക്ഷിക്കേണ്ടതാണ്. അതത് പഞ്ചായത്തിലെ സ്കൂളുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ അലോട്ട്മെന്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സംശയങ്ങൾക്കും വിവരങ്ങൾക്കും താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോർ മോർ ഇൻഫോർമേഷൻ ഫോളോ എൻഡ് രക്ഷയ.